നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. മുഖ്യമന്ത്രി പിണറായി വിജയൻ കേരളത്തിലെ മാധ്യമങ്ങളോട് കലിച്ചിട്ടോ കണ്ണുരുട്ടിയിട്ടോ കൈചുരുട്ടിയിട്ടോ കാര്യമില്ല എന്നാണ് രാഷ്ട്രീയ നിരീക്ഷകരുടെ വിലയിരുത്തൽ. മകൾ വീണ വിജയൻ കരിമണൽ രാജാവിൽ നിന്ന് കോടികൾ വാങ്ങിയെടുത്തു എന്ന ആരോപണം ശക്തമാണ്. എന്ത് സേവനമാണ് വീണയുടെ കമ്പനി ചെയ്തു കൊടുത്തത് എന്ന ചോദ്യത്തിന് ഉത്തരം ഇതുവരെ വന്നിട്ടില്ല. ഈ കോഴക്കേസിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ മാത്രമല്ല, അടുത്ത മുഖ്യമന്ത്രിയാക്കാൻ പരിശീലനം നൽകിക്കൊണ്ടിരിക്കുന്ന മന്ത്രി റിയാസും രാജിവെക്കേണ്ടി വരുമെന്ന് തീർച്ചയാണ് എന്നതടക്കമുള്ള ആരോപണങ്ങളാണ് ഇപ്പോൾ ശക്തമാവുന്നത്. കേരളത്തിൽ CPM എന്ന പ്രസ്ഥാനത്തിൻ്റെ വിലാസം പോകുന്ന കേസാണ് ഈ മാസപ്പടി കേസ് എന്ന് കാലം തിരിച്ചറിയുമെന്നാണ് രാഷ്ട്രീയ നിരീക്ഷകർ വിലയിരുത്തുന്നത്. കേസ് നടക്കട്ടെ എന്നും അത് തന്നെ ബാധിക്കുന്ന കാര്യമേ അല്ല എന്നുമൊക്കെ മുഖ്യമന്ത്രി കസേരയിലിരുന്ന് മുഖ്യമന്ത്രി പറയുന്നുണ്ട്. അത് തന്നെ യാതൊരു രീതിയിലും ബാധിക്കില്ല എന്നതടക്കമുള്ള പ്രതികരണം മുഖ്യമന്ത്രി നടത്തിയിരുന്നു. എന്നാൽ കേസ് കോടതിയിൽ വരുമ്പോൾ ഇതൊന്നും കോടതിയിൽ ഈ ഒരു വാദങ്ങൾക്ക് അടിസ്ഥാനമുണ്ടാകുമോ എന്ന ചോദ്യമാണ് ശക്തമാവുന്നത്. ലാവ്ലിൻ അഴിമതി കേസ് ഡൽഹിയിലെ കോടതിയിൽ 72 പ്രാവശ്യം നീട്ടി മുന്നോട്ട് പോകുന്ന ഒരു സാഹചര്യമുണ്ടായി. പക്ഷേ അതും അങ്ങനത്തെ ഒരു നീട്ടിപ്പോകലൊക്കെ ഈ കേസിൽ നടപ്പാകുമോ എന്ന ചോദ്യവും ശക്തമാകുന്നുണ്ട്. അടുത്തയാഴ്ച വീണ വിജയൻ്റെ കയ്യിൽ വിലങ്ങ് വീഴുമോ? കോടതി വീണയെ ശിക്ഷിക്കുമോ? അതുപോലെ തന്നെ വീണ ജയിലിൽ പോകുമോ? ഈ ചോദ്യങ്ങളൊക്കെ ശക്തമാകുന്നുണ്ട്. 8 വർഷം വരെ തടവ് ശിക്ഷ കിട്ടാവുന്ന കേസിലാണ് വീണ പ്രതിയായിരിക്കുന്നത്. അതിൻ്റെ അമർഷവും വിഷമവും മുന്നിൽ വരുന്ന മാധ്യമ പ്രതിനിധികളോട് മുഖ്യമന്ത്രി കാണിക്കുന്നു എന്നാണ് രാഷ്ട്രീയ നിരീക്ഷകർ വിമർശിക്കുന്നത്. സ്തുതി പാടാത്ത എല്ലാ പത്രക്കാരോടും ചാനലുകാരോടും പിണറായി വിജയൻ എല്ലാ കാലത്തും കട്ടക്കലിപ്പിലാണ്. അതുകൊണ്ടാണല്ലോ തനിക്കെതിരെ കേരളത്തിലൊരു മാധ്യമ സിൻഡിക്കേറ്റ് പ്രവർത്തിക്കുന്നുണ്ടെന്ന് പിണറായി ആവർത്തിച്ചുകൊണ്ടിരിക്കുന്നതും അവരെ ആക്ഷേപിക്കുന്നതും. ആ മാധ്യമ സിൻഡിക്കേറ്റിൽ ആരൊക്കെയാണുള്ളതെന്നും അവർ എന്ത് ചെയ്തുവെന്നും പിണറായി വിജയൻ പറയുന്നില്ല. ആകാശത്തേക്ക് നോക്കി വെടിവെക്കുന്ന തന്ത്രമാണ് പിണറായി വിജയൻ ഏറെക്കാലമായി പയറ്റുന്നത് എന്നാണ് രാഷ്ട്രീയ നിരീക്ഷകർ വിലയിരുത്തുന്നത്. വീണ വിജയനെതിരായ മാസപ്പടി കേസിനെ ഗൗരവമായി കാണുന്നില്ലെന്നും കേസ് കോടതിയിൽ നടക്കട്ടെ എന്നുമാണ് അദ്ദേഹം പുച്ഛരസത്തിൽ കഴിഞ്ഞ ദിവസം മാധ്യമങ്ങളോട് പറഞ്ഞത്. മധുരയിലെ പാർട്ടി കോൺഗ്രസിന് ശേഷം പത്രക്കാരോട് കോഴക്കഥയിൽ ന്യായീകരണം നടത്താൻ ഒളിവിൽ നിന്ന് പുറത്തിറങ്ങി നടത്തിയ പത്രസമ്മേളനം അദ്ദേഹത്തിന് കെണിയായി മാറിയോ എന്ന ചോദ്യം ശക്തമാണ്. കേസ് കോടതിയിൽ നടക്കട്ടെ, എന്നെ ബാധിക്കുന്ന കാര്യമല്ല, ഞങ്ങൾ വല്ലാതെ ബേജാറാകേണ്ട, ആരോപണം ശുദ്ധ അസംബന്ധമാണെന്ന് എല്ലാവർക്കും അറിയാം, എൻ്റെ രാജി വരുമോ എന്ന് മോഹിച്ച് നിന്നോളൂ, നിങ്ങൾക്ക് വേണ്ടത് എൻ്റെ രക്തമാണ്. മറ്റൊരു സ്റ്റാലിനായി കേരളം അടക്കി വാഴുന്ന പിണറായി മാധ്യമപ്രവർത്തകരെ വെല്ലുവിളിക്കുന്ന സാഹചര്യമുണ്ടായി. മകൾ വാങ്ങിയത് സേവനത്തിനുള്ള പ്രതിഫലമാണെന്നും തൻ്റെ മകളായതിനാലാണ് വേട്ടയാടുന്നതെന്നുമാണ് മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മാനിഫെസ്റ്റോ. മകൾ നടത്തിയ സ്ഥാപനം നൽകിയ സേവനത്തിനുള്ള പണമാണ് കിട്ടിയതെന്നും കള്ളപ്പണമല്ലെന്നും നികുതിയും കണക്കുകളും രേഖാമൂലം നൽകിയതാണെന്നും ഒക്കെ പത്രക്കാരോട് പറയാം. കോടതിയിൽ അതൊന്നും ചെലവാകില്ല. എത്ര രൂപ, എന്തു സേവനം, ആ പണം എവിടെ പോയി, ഏത് അക്കൗണ്ടിൽ പോയി എന്നൊക്കെയുള്ള ചോദ്യങ്ങൾക്ക് കോടതിയോട് സമാധാനം പറയാതെ തരമില്ല. CPM നേതാവും പാർട്ടി സെക്രട്ടറിയുമായിരുന്ന കോടിയേരി ബാലകൃഷ്ണന്റെ മകൻ ബിനീഷ് കോടിയേരിയെ ലഹരി ഇടപാടുമായി ബന്ധപ്പെട്ട് കള്ളപ്പണം വെളുപ്പിച്ചെന്ന കേസിൽ പാർട്ടി പ്രതിരോധിക്കാതിരിക്കുകയും വീണ വിജയന്റെ കേസിനെ പ്രതിരോധിക്കാൻ പാർട്ടി രംഗത്തിറങ്ങുകയും ചെയ്തതിനെക്കുറിച്ചുള്ള ചോദ്യത്തോട് മുഖ്യമന്ത്രിയുടെ പ്രതികരണം മറ്റൊരു വെല്ലുവിളിയായിരുന്നു. അതിനെന്താ ആശ്ചര്യം? ബിനീഷിന്റെ കേസിൽ കോടിയേരിയെക്കുറിച്ചുള്ള പരാമർശം ഉണ്ടായില്ല. മകളുടെ കേസിൽ അങ്ങനെയല്ല, പാർട്ടി നിലപാട് വ്യക്തമാക്കിയിട്ടുണ്ട് എന്നൊക്കെയാണ് പിണറായി പറയുന്നത്. അതായത് കോടിയേരി അല്ല ഞാൻ, പാർട്ടി എൻ്റെ കാൽക്കീഴിലാണ്, പാർട്ടിയേക്കാൾ മുകളിലാണ് ഞാൻ എന്ന് തന്നെയാണ് പിണറായി വിജയന്റെ ഉറച്ച നിലപാട് എന്ന് വേണം മനസ്സിലാക്കാൻ. മാസപ്പടി കേസിൽ മകൾ വീണ വിജയനെ പ്രതി ചേർത്ത് നാഷണൽ ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ നടത്തുന്ന അന്വേഷണം തനിക്ക് പുല്ലാണെന്ന മട്ടിലാണ് മുഖ്യമന്ത്രി. കരിമണൽ വിഷയവുമായി ബന്ധപ്പെട്ട് തനിക്കെതിരെ ഉയർന്ന വിവാദങ്ങൾ ശുദ്ധ അസംബന്ധമാണെന്നും എന്തെങ്കിലും തെളിവുണ്ടോ എന്നുമൊക്കെ പിണറായി വിജയൻ ചോദിക്കുന്നുണ്ട്. CMRL എക്സാലോജിക് ഇടപാട് കേസിൽ പ്രതി ചേർത്ത മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മകളും എക്സാലോജിക് കമ്പനി ഉടമയുമായ വീണ വിജയനെ അറസ്റ്റ് ചെയ്തേക്കില്ലെന്ന നിയമോപദേശമാണ് പിണറായിക്ക് കിട്ടിയിരിക്കുന്നത്. പിണറായി വിജയൻ മാധ്യമങ്ങളെ വെല്ലുവിളിക്കുന്നതും ആ പ്രതീക്ഷയിലാണ്. അന്വേഷണം പൂർത്തിയായി കുറ്റപത്രം കോടതിയിൽ സമർപ്പിച്ചതിനാൽ അറസ്റ്റിനുള്ള വ്യവസ്ഥയില്ല എന്നാണ് സൂചന. നേരത്തെ കേന്ദ്ര കമ്പനികാര്യ മന്ത്രാലയമാണ് വീണയെ പ്രോസിക്യൂട്ട് ചെയ്യാൻ അനുമതി നൽകിയത്. ഇടപാടുമായി ബന്ധപ്പെട്ട് സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസ് തയ്യാറാക്കിയ കുറ്റപത്രത്തിൽ വീണ പ്രതിയാണ്. എറണാകുളം ജില്ലാ കോടതിയിൽ സമർപ്പിച്ച കുറ്റപത്രം ഇനി എറണാകുളം ജില്ലാ സെഷൻസ് കോടതിയാണ് പരിഗണിക്കുന്നത്. SFIO നൽകിയ കുറ്റപത്രം പ്രഥമ ദൃഷ്ട്യാ നിലനിൽക്കുന്നതാണോ എന്ന പരിശോധന ആ ഘട്ടത്തിലാണ് നടക്കുക. കുറ്റം നിലനിൽക്കുന്നതാണെന്ന് കോടതിക്ക് ബോധ്യപ്പെടേണ്ടതുണ്ട്. തുടർന്ന് മാത്രമേ വീണ വിജയൻ ഉൾപ്പെടെയുള്ളവർ നിയമപരമായി പ്രതിചേർക്കപ്പെടുമോ എന്ന കാര്യത്തിൽ വ്യക്തത വരികയുള്ളൂ. അതിനുശേഷമേ വിചാരണ നേരിടേണ്ടി വരൂ. ഈ സാഹചര്യത്തിൽ എങ്ങനെ വിഷയം ഒതുക്കി തീർക്കാമെന്നുള്ള ആലോചനയിലാണ് പാർട്ടിയും പരിവാരങ്ങളും. 6 മാസത്തിനുള്ളിൽ കേരളത്തിൽ തദ്ദേശ തിരഞ്ഞെടുപ്പ് വരികയാണ്. CPMന്റെ മാത്രമല്ല LDFന്റെ അടിത്തറ ഇളകാൻ പോകുന്ന തിരഞ്ഞെടുപ്പാണ് വരാനിരിക്കുന്നത് എന്നാണ് രാഷ്ട്രീയ നിരീക്ഷകരുടെ
വാദം. 2 മാസത്തിനുള്ളിൽ നടക്കാൻ പോകുന്ന നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിലും LDFന് തിരിച്ചടി ഉണ്ടാകുമെന്നാണ് നിഗമനം. മകൾ കോഴക്കേസിൽ പ്രതിയായിരിക്കെ മുഖ്യമന്ത്രി എങ്ങനെ ജനങ്ങളുടെ മുന്നിൽ വോട്ട് ചോദിക്കാനാകുമെന്ന ചോദ്യവും ശക്തമാകുന്നുണ്ട്. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത.